ഡൽഹി സർക്കാരിനെതിരെ നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫുകളും സമരത്തിൽ. കരാർ വ്യവസ്ഥയിൽ ഡൽഹിയിലെ സർക്കാർ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടാണ് മലയാളികളടക്കം പ്രതിഷേധിക്കുന്നത്. വർഷവും അതിലധികവുമായി ഡൽഹിയിലെ സർക്കാർ ആശുപത്രിയിൽ സേവനം ചെയ്യുന്നവരാണ്. താൽക്കാലിക തസ്തികയിൽ പ്രവേശിച്ചെങ്കിലും ഇവരെ സ്ഥിരപ്പെടുത്താമെന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെ വാഗ്ദാനം നൽകിയതാണ്. ഇപ്പോൾ വേക്കൻസി ഇറക്കിയപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക്, അതായത് കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്ക് ഏജ് റിലാക്സേഷൻ മാത്രം തന്നുകൊണ്ട്, അതായത് 20 വർഷം മുമ്പ് 25 വർഷം മുമ്പ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് കോൺട്രാക്റ്റിൽ വന്ന നേഴ്സുമാർക്ക്, അതുപോലെ തന്നെ ബാക്കിയുള്ള പാരാമെഡിക്കൽസ്, DTDC എന്നുള്ള എല്ലാവർക്കും വീണ്ടും എക്സാം എഴുതിക്കൊണ്ട് നിങ്ങൾ ഏജ് റിലാക്സേഷൻ മാത്രം തന്നുകൊണ്ട് നിങ്ങളെ പെർമനൻറ്റ് പ്രോസസ്സിലോട്ട് അപ്പിയർ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനെതിരെയുള്ള സമരമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കാരണം 20 വർഷമായവർ, 25 വർഷമായവർ ഇപ്പോൾ വരുന്ന ഫ്രഷേഴ്സിൻ്റെ കൂട്ടത്തിൽ എക്സാം എഴുതാൻ സാധിക്കത്തില്ല. മുഖ്യമന്ത്രി വാക്കുപാലിച്ചില്ലെന്ന് മാത്രമല്ല, സേവന കാലയളവ് പോലും പരിഗണിക്കാതെ 1000-ഓളം വരുന്ന ജീവനക്കാരെ പിരിച്ചുവിടാനാണ് ഡൽഹി സർക്കാരിന്റെ നീക്കം. കോവിഡ് കാലഘട്ടം വന്നു. നമ്മൾ നമ്മുടെ വീട്ടുകാരെയും കുടുംബക്കാരെയും കുഞ്ഞു കുട്ടികളെ വരെ വിട്ടിട്ടാണ് നമ്മൾ ഈ കോവിഡിന് വേണ്ടി ഇതിന് തന്നത്. അന്നേരം അവർക്ക് നമ്മുടെ ആവശ്യമായിരുന്നു. ഇപ്പം അവർക്ക് അത് ആവശ്യമില്ല. ഇപ്പം അവർ നമ്മളെ സാങ്ഷൻ പോസ്റ്റ് ആയിരുന്ന നമ്മളെ ഇപ്പോൾ എടുത്ത് വേജസ് ഹെഡിലേക്ക് മാറ്റിയിട്ട് നമ്മളെ അവർ പറയുന്ന പെർമനൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് അവർ ക്രിയേറ്റ് ചെയ്യുകയാണ്, നമ്മളെ മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇവിടെ ഈ സർക്കാരിനെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ ഈ 10, 40, 50 വയസ്സായവരൊക്കെ എവിടെ പോകും? അരവിന്ദ് കെജ്രിവാൾ സർക്കാരിന്റെ നീതികേടിനെതിരെ സമരം ശക്തമാക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം. ജനം, ഡൽഹി.